പാകിസ്ഥാനെതിരായി ഗുരുതരമായ ഒരു ആരോപണം, തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പുണ്ട്. കാരണം ഈ വൃദ്ധരായ കമാൻഡോമാരുടെയൊക്കെ മക്കളെയും കുടുംബത്തെയും പരിശീലിപ്പിച്ച് ഇന്ത്യക്കെതിരായി നീക്കുന്ന ഒരു പുതിയ രണ്ടാം തലമുറ തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന രീതി, അത് ഈ പാക് പട്ടാള മേധാവിയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിവരമാണ് മുമ്പോട്ട് വെക്കുന്നത്. എന്തൊക്കെയാണ് ഇൻ്റലിജൻസ് മുന്നറിയിപ്പിൽ പറയുന്നത്? രാജ്യത്തിനകത്ത് പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ അടക്കമുള്ള മേഖലകളിലേക്ക് നുഴഞ്ഞു കയറുന്നതിനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ രണ്ടാം തലമുറ ഭീകരരെ നേതാക്കൾ വളർത്തിയെടുക്കുന്ന ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന വേറെ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹവൽപൂരിൽ നടന്നിട്ടുള്ള ചില യോഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ യോഗങ്ങളിൽ ISIനെയും അതോടൊപ്പം ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് നിലവിൽ ഈ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്ന പ്രായമായ കമാൻഡർമാരുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ പരിശീലനത്തിനായി വൻതോതിൽ ധനസഹായം ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം ISI അടക്കമുള്ള മറ്റു ഭീകര സംഘടനകൾ നൽകുന്നു എന്നുള്ള ചില മുന്നറിയിപ്പുകൾ കൂടി ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൈന്യവും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഭീകരരെ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് നുഴഞ്ഞു കയറുന്നുള്ള പ്രത്യേക പരിശീലനങ്ങൾ കൂടിയും നൽകുന്നുണ്ട്. അതോടൊപ്പം ബഹവൽപൂരിലടക്കം ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിവിധ വ്യോമ മേഖലകളൊക്കെ തന്നെയും തകർന്നിരുന്നു. ഈ വ്യോമ മേഖലകൾ പുനഃസ്ഥാപിക്കാനുള്ള ചില നീക്കങ്ങൾ ISIനും അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള തിരച്ചിലുകളും അതോടൊപ്പം പരിശോധനകളും ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശരി, റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.